സ്നേഹബഹുമാനപ്പെട്ട ജനറൽമാരെ, പ്രിയപ്പെട്ട റൂയച്ച, ജോസ് സിസ്റ്റർ, പ്രിയപ്പെട്ട ചെയർമാൻ ദീപക്, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ആഗ്രഹിച്ച ഒരു സമ്മേളനമല്ല ഇത്. നിർബന്ധിക്കപ്പെട്ട് നാം വന്നിരിക്കുന്നതാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് സ്വതന്ത്രമായി സമാധാനമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഛത്തീസ്ഗഡിലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള 2 സഹോദരിമാര് അവർക്ക് ഇവിടെ ജോലിയില്ലാണ്ട് പോയതല്ല, സാധാരണ മനുഷ്യരെ, കഷ്ടപ്പെടുന്നവരെ, രോഗികളെ, അനാഥരെ സഹായിക്കാൻ വേണ്ടി പോയവരെ അനീതിപരമായിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പാർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്മയുടെ ഫലങ്ങൾ നൽകുന്നവർക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. നന്മ ചെയ്യുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നാട്ടിൽ സംജാതമായിരിക്കുന്നു. മതഭീകരവാദികളുടെ താല്പര്യമനുസരിച്ച് ഗവൺമെന്റും അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നാം കാണുകയുണ്ടായി. പത്രങ്ങളിലൂടെയും വായിച്ചു. ഇവിടെ നീതി നടപ്പാക്കണം, ഈ രാജ്യത്ത് മതനിരത്തം നിലകൊള്ളണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നാം ആരും അക്രമം നടത്താൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല, ആരെയും ദ്രോഹിക്കാൻ വന്നിരിക്കുന്നവരല്ല, നമ്മുടെ ആയുധങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ സുവിശേഷമുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മളത് ചെയ്യും, എവിടെയായിരുന്നാലും ചെയ്യും. കാരണം ഭരണഘടന നമുക്കതിനുള്ള അവകാശം തന്നിട്ടുണ്ട്. നമ്മുടെ ദൗത്യമാണ് ക്രൈസ്തവരെന്ന നിലയിൽ നമുക്ക് ലഭിച്ച ആ സുവിശേഷ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് പുരോഹിതരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും അൽമായ സഹോദരങ്ങളാണെങ്കിലും ആ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരാരും വേറെ ജോലിയില്ല വന്നിരിക്കുന്നവരല്ല. എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും ഒത്തിരിയേറെ ഉത്തരവാദിത്വമുള്ളവരാണ്. പക്ഷേ ദൈവം നൽകുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആ താല്പര്യത്തോടെ വന്നിരിക്കുന്നവരാണ്. ഈ സമയത്ത് ഇത്രയും പേര് വന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുവാൻ നാം തയ്യാറാണ്. ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകാൻ കുഴപ്പമില്ല. കാരണം നമ്മുടെ വിശ്വാസം എന്നുള്ളത് വലിയ അമൂല്യമായ സമ്പത്താണ്. നമുക്ക് ആയുധങ്ങളൊന്നുമില്ല, ആത്മീയ ആയുധങ്ങളെ നമുക്കുള്ളൂ. സുവിശേഷം നമ്മുടെ ആത്മീയ ആയുധമാണ്. നമ്മുടെ ജപമാല നമ്മുടെ ആത്മീയ ആയുധമാണത്. നമ്മുടെ ജപമാല എണിക്കൊണ്ട് ഇവിടുന്ന് പോകുന്നു. നമ്മുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. നമ്മുടെ ഈ കൂടിവരവ് തന്നെ നമ്മുടെ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന്റെ ഒരു പ്രതീകമാണ്. ഇത്രയും വൈദികരും സിസ്റ്റേഴ്സും അൽമായ സഹോദരങ്ങളും വന്നിരിക്കുന്നത് എന്തെങ്കിലും അവർക്ക് ലഭിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ദൈവം നൽകിയ ദൗത്യം നിറവേറ്റാൻ വേണ്ടിയാണ്. ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. 7 പതിറ്റാണ്ട് കാലം ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഈ മതേതരത്വം ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൊക്കെയാണ് നാം ചിന്തിക്കണം. മതഭീകരവാദികളുടെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. നാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഭയമില്ല. അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആരെയും പ്രീതിപ്പെടുത്തുവാനില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്തുക, മനുഷ്യക്ക് നന്മ ചെയ്യുക. ഈ സഹോദരിമാര് ദരിദ്രരെ സഹായിക്കുന്നു, രോഗികളെ സഹായിക്കുന്നു, ആലംബഹീനരെയും അനാഥരെയും ഒക്കെ സംരക്ഷിക്കുന്നു. അതാണ് ഈ തെറ്റ്. ഇവിടെ മതപരിവർത്തനമാണെങ്കിൽ 1947 2.6% ക്രൈസ്തവരുണ്ടായിരുന്നത് 2.4% ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം മതപരിവർത്തനമായിരുന്നെങ്കിൽ ഇവിടെ പണ്ടേ രാജ്യം മുഴുവൻ ക്രൈസ്തവരാകേണ്ടിയിരുന്നു.
സംഭവിച്ചിട്ടില്ല. മനപരിവർത്തനം നമ്മുടെ സുവിശേഷത്തിലൂടെ മനപരിവർത്തനം നടത്തുന്ന അനേകം പേരുണ്ട്. മതപരിവർത്തനമല്ലത്. ഇവിടെയുള്ള സന്യാസിനികള്, ഈ സന്യാസിനികൾക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നതാണ്. ഓരോ പൗരനും സ്വതന്ത്രമായി സമാധാനമായി ജീവിക്കുവാനുള്ള സാഹചര്യം സംജാതമാകണം. അതുവരെ നമ്മൾ ഈ ധരണ അല്ലെങ്കിൽ സമരം എന്ന് പറയത്തില്ല, ഇത് നമ്മുടെ ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയാണ്, പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. നാം ഒരുമിച്ച് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം ഇടപെടും, സംശയമൊന്നുമില്ല. തിന്മയുടെ ശക്തികൾ അധിക നാൾ നിൽക്കില്ല. തിന്മയുടെ ശക്തികൾ തീർച്ചയായിട്ടും പരാജയപ്പെടും. നാം ഒരുമിച്ച് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെട്ട് തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, ഈ രണ്ട് സഹോദരിമാരെ ജാമ്യം കൊടുക്കുക മാത്രമല്ല, അവരുടെ കേസ് പിൻവലിക്കുകയും സ്വതന്ത്രമായിട്ട് ഈ നാട്ടില് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രഘോഷിക്കുവാനും അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ എല്ലാ ഗവൺമെന്റുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇന്ന് ഈ കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് കൂടി ഇവിടെ നമ്മൾ ജാതിയായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്, പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. നാം തനിച്ചല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആരും ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടെങ്കിൽ നാം എവിടെ പോയാലും, ഏത് തോക്കിൻ്റെ മുമ്പിലാണെങ്കിലും ഏത് ജയിലിൻ്റെ മുമ്പിലാണെങ്കിലും ഭയപ്പെടേണ്ടതില്ല. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് ശ്ലീഹ ജയിലിലായിരുന്നു, പത്രോസ് ശ്ലീഹ ജയിലിലായിരുന്നു. ആ ജയിലിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു, ദൈവം ഇടപെട്ടു. അതുപോലെ ഇവിടെയും ദൈവം ഇടപെടും, സംശയമൊന്നുമില്ല. ഇതിനൊരു അറുതി വരുത്തും. നമുക്ക് സമാധാനമായിട്ടും ശാന്തമായിട്ടും നീതിയോടെയും ജീവിക്കുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിഹാര പ്രദർശനം എന്ന് പറയാൻ വേണമെങ്കിൽ പ്രതിഷേധമല്ലത്, പരിഹാര പ്രദർശനമാണ്. നാട്ടിൽ തിന്മയുടെ ശക്തികൾ ഇവിടെ പ്രബലപ്പെടുമ്പോൾ അതിന് പരിഹാരമായിട്ട് നാം ഒരുമിച്ച് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു പരിഹാര പ്രദർശനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകളോടെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.